ఓ సామొచ్చి ఈ పత్తిని ఉత్పత్తి చేసి దేశాలు దాటించినాడు. ആരായത് ആരേത് ആരാടത്? ആരായത് പാറടാ പുല്ലി ആരായത് കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. മഹാകാളുടെ നിദ്രലേచాడు. ఈ కక్షి మాత్రమే ఈ కక్షి ఆరా ఆడు మనిషి కాదు, ప్రకృతి విపత్తు. ಯಾರ್ ಯಾವರು ಎನಕೆ ಅವರೇ ಪಾಕನ പോലെ ಇருக்கு. He is a ruthless assassin. ആരാണ് അയാൾ? ആരാണ് അയാൾ? അയാൾ ആരാണ്? ആരാത്? കൊണ്ട ഇയാൾക്ക് എന്താണ് വയ്യേ? ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. இதெல்லாம் ரொம்ப ஓவரா இருக்கு. அவளை பார்த்து இவன் பெரிய இவன் இவனை பார்த்தா இவன் டேய் ரிலீஸ் பண்ணிட்டவனே. நான் பார்க்கறேன், ரிலீஸ் பண்றே. வா 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 வா. എന്തുവാടാ ഈ ആയുധം? ഇതൊരവനല്ലേ? ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. ഇതൊക്കെ എന്ത്? എന്തുന്നാടാ ഇത് നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ? ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. ഭയങ്കരமான ആള്. എന്താ നമുക്കൊരു കൈ നോക്കിയാലോ? നിങ്ങൾ എല്ലാവരും കൂടി ഒരു ടീം, ഞാൻ ഒറ്റയ്ക്ക് ഒരു ടീം. എന്തു പറയുന്നു? കമാ. ഇത് ടൂ മച്ച്. ഇത് ടൂ മച്ച്. ടൂ മച്ച്. എന്ത്? ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്? മാറിക്കളയാം. അപമാനിച്ചേ ഞങ്ങി, ഞാൻ പോയിക്കോട്ടെ. ഓടാ. കൂട്ടം വരണ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നൂടുണ്ട് ബാക്കി. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്? ഞാൻ കേട്ടില്ല. പ്രിയപ്പെട്ടവരെ, അടുത്തതായി ജിമ്മിച്ചന്റെ അശ്വാഭ്യാസ പ്രകടനം. സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. ഇതെന്താടോ ഇത്? അവരോട് പട്ടിഷോ കാണിക്കാതെ മാറിക്കാൻ പറ. 24 കാരറ്റ് ഗോൾഡ് കേട്ടിട്ടുണ്ട്. ഇയാള് 24 കാരറ്റ് ക്യാരക്ടറാണ് അമ്മാവാ. നിനക്ക് എങ്ങനെടേ ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ആണ് ജനിച്ചതിന് വിഷമാവുന്ന അമ്മ. ഞാനൊരു പെണ്ണായിരുന്നെങ്കിണ്ടല്ലോ. என்னடா டயலாக் இது? எவன் எழுதி கொடுத்தானே அது இப்படி பேசிட்டு போறான்? അവൻ കാണിച്ചു വിട്ടണേ. നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ താങ്ക്സ് പറഞ്ഞു. എന്ന് വെച്ച് ഇങ്ങനെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഞാനെപ്പോഴാണ് നിന്റെ പുറകെ നടന്ന്? ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കല്ലേ. ഇയാൾക്ക് വലിയ ബുദ്ധിയാണെന്നാ വിചാരം. ആന്നേ, ബുദ്ധി വെച്ചൊന്നും സ്നേഹിക്കാൻ പറ്റത്തില്ല സഹോദരിമാരെ. നമ്മൾ അറിയാതെ ഒരാളെ ഇഷ്ടപ്പെട്ട് പോകുന്നയാ.
ഇഷ്ടപ്പെട്ട് പോയി. പയ്യനാ എത്ര കൊല്ലം മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയുടെ ഇയാളെ കണ്ടല്ലോ. അതോട്ടാ എന്തായത്? ഇതിന്റെ പേരെന്താ ചിക്കി? ഒന്ന് പറയ് ചിക്കി, ഒന്ന് പറയ് ചിക്കി. ഇനിയുണ്ട് കാണിച്ചു തരാം. ഞാനൊരു പുരുഷനല്ലടാ, ഒന്ന് ലൈനിട്ട് നോക്കിയതാ. ലൈന മുത്തശ്ശോട് ചൂടാവണ്ട, കൊതുകിനും ഇല്ലേ ക്രിമിക്കടി. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. ആരാ നിങ്ങളൊക്കെ? റെയിൽവേ പോലീസ്. എന്നാ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കി. എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഓ സന്തോഷമായി. അതല്ല, റെയിൽവേ പ്രോപ്പർട്ടീസ് കുറച്ച് മോഷണം പോയിട്ടുണ്ട്, ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങളങ്ങനെ മോഷ്ടിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അകത്ത് സാറുണ്ട്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക്. കൈയെടുക്കടാ. ഇത് രവനല്ലേ? നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. എന്തോ നാടിയത്? ഇവനാരും മാജിക്കാരനാ. കുഴപ്പമില്ല. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കെട്ടാൻ പോകുന്ന ഇയാളാണോ? എന്താ സംശയം? ഞാൻ തന്നെയാ പയ്യൻ. പയ്യനാ എത്ര കൊല്ലം മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയുടെ ഇയാളെ കണ്ടല്ലോ. അതൊക്കെ സത്യം തന്നെയാ. ചിലപ്പോ താൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കും. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പിള്ളം വെറുതെ വിടരുത് കേട്ടോ. ഞാനൊരു പുരുഷനല്ലടാ, ഒന്ന് ലൈനിട്ട് നോക്കിയതാ. ലൈന ഉളുപ്പുണ്ടടാ ചക്കണക്ക്. കയ്യിലെന്താ ബുക്സ് ഒക്കെ? സ്റ്റുഡന്റ് ആണോ? ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാ. ഓ, ഏതാ സബ്ജക്ട്? സയൻസ്. സയൻസ്. ഓ വാവ്, സയൻസ്. ഭയങ്കര ഓവറാട്ടാ. ആക്ട് ഭയങ്കര ഓവർ. സയൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇൻഫാക്ട് ലവ് ഇന്റർമീഡിയറ്റിൽ എനിക്ക് 100 out of 100 ആയിരുന്നു. അവൻ കാണിച്ചു വിട്ടണ No. ഇന്ററിന് 1200 അല്ലേ? 100 മാർക്ക് കിട്ടിയത് എങ്ങനെയാ? Oh my gosh. പേരെന്തായിരുന്നു? തുളസി. ആ, തുളസി. അതായത് കഞ്ചാവ് തോട്ടത്തിലെ തുളസി ചെടിയാണിത്. നല്ല കാര്യം, നല്ല കാര്യം. ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. ഓവർ ആക്ടിംഗ് ഒന്നും ഇല്ലാതെ മര്യാദയ്ക്ക് അഭിനയിക്കാൻ നോക്ക്. ഓക്കെ അല്ലേ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ആരംഭിക്കലാംഗ്ല. എന്തോ ഇത്? എന്റെ ശിഷ്യനായവൻ. ഷാജി ഏട്ടാ, ഇവിടെ അരുതബു അരുത്. നല്ല കുടുംബത്തിൽ ജനിച്ച ഒരാണുങ്ങളും പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവെക്കില്ല, അതറിയില്ലേ? പക്ഷെ ഞാൻ അങ്ങനെ അല്ലടി. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അതെവിടെയോ കണ്ട് നല്ല പരിചയം. ഇതിന്റെ വയറെവിടെ? വയറിതാ മുമ്പില്. ആ വയറല്ലടാ. നിങ്ങൾ ആരും ചീത്ത വിളിക്കുക
ഇവരെ ഇത് പറയാ ചെയ്യണ്ട, കാരണം ഇവരുടെ ഒരു രീതികളാണത്. പള്ളി പെരുന്നാൾക്ക് വെക്കണ കളിത്തോക്കല്ല ഇത്. കാണാ പവറ്. എന്താ ഇതൊക്കെ? എന്തായത്? കൊറേ നേരമായില്ല കിടന്ന് തുള്ളാൻ തുടങ്ങിയിട്ട്. ദേ ഇനി അനങ്ങിയായിട്ടല്ല കണ്ണിയാൻ കുത്തിപ്പൊട്ടിക്കും. ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാധാർ ടീമാണ്. ഈശ്വര 2000 years later. അങ്ങേരി അടുത്ത വർഷമാവും ഞെത്തുമ്പം എന്ത് ചെയ്യുമെന്ന് പറയാം. ഇത് ദേവനാരായണജിയുടെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. പൂരം തുടങ്ങാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. ഒരു മാറ്റമില്ലല്ലോ ഇവന്. പഞ്ചാര എണ്ണയും കുറെ പോവും. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. അവളുടെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ബോസ്? കണ്ണ് കാണാൻ കണ്ണിൽ തന്നെയല്ലേ ബോസ് നോക്കണേ? അല്ലാതെ പിന്നെ എന്തോ വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. ബോസ്, ഓൾ ഗോഡ്സ് ആർ ഇൻ അവർ ഫേവർ. ആ നാളത്തെ കൂടി എടുത്തിട്ട് പെരുമാറിയാ അവൾ ഇംപ്രസ് ആവും. ഒരു മാറ്റവും ഇല്ലല്ലോ. ആരായി കോമാളി? സാറേ ഏതാണ് ഈ മരപൂരി? അടുത്ത ബസ് എപ്പോഴാന്നാ പറഞ്ഞത്? 5:33. ആരും ചീത്ത വിളിക്കുക, ഇവരെ ഇത് പറയാ ചെയ്യണ്ട, കാരണം ഇവരുടെ ഒരു രീതികളാണത്. അതെ, വിശ്വാസമാണത്. എന്തിനാ നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കുന്നത്? നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഐ മീൻ, ഒരു പൂജയൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒരു സഹായമായിട്ട്. ഓരോരുത്തരുടെ ഉള്ളിലും രണ്ടു തരം വോയിസ് ഉണ്ടാവും. ഒന്ന് തെറ്റ് ചെയ്യരുതെന്ന്, അത് ദേവന്റേത്. രണ്ടാമത്തെ കുഴപ്പമില്ല ചെയ്തോ, നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, അത് നമ്മുടെ വോയിസ്. നമ്മൾ പറയുന്നത് മാത്രം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷിക്കും. സോ ഓൾവേസ് ലിസൺ ടു യുവർ ഓൺ വോയിസ്. നീ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.